ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നൈറ്റിയിലൊരു ടോപ്പ് തയ്ച്ചാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ സ്റ്റിച്ചസൊക്കെ പിടിച്ചു കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. മാർക്കിംഗ് ഒക്കെ ഒത്തിരിയും കൂടെ ഒരു പെർഫെക്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ 7.25 ഇഞ്ചിൽ ഞാൻ എൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ചിലാണ് എൻ്റെ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ കൊടുക്കുന്നത്, ഞാനൊരു വി കോളർ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് 7.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. നോർമലി എൻ്റെ ഒരു ചുരിദാറിൽ ഞാൻ 6 ഇഞ്ചാണ് എൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 1.25 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ കൂടിയാലും നമുക്കത് കൂടുതലായിട്ട് വൾഗറായിട്ട് തോന്നില്ല ഈ ഒരു കോളർ ആയതുകൊണ്ട്. നോർമലി നിങ്ങളൊരു 5 ഇഞ്ചിലാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത്, നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6.25 ഇഞ്ച് വരെ എടുക്കാം. 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം ഓക്കെ അടയാളപ്പെടുത്താം. ഇനി അതിന് ശേഷം ഞാനൊരു 7.25 ഇഞ്ചിൽ എൻ്റെ ആം ഹോള് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ്, ബ്രസ്റ്റ്, വേസ്റ്റ് ഇത് മൂന്നും അടയാളപ്പെടുത്തുക. ഇവിടെ ബ്രസ്റ്റിൻ്റെ അളവ് എനിക്ക് കിട്ടാൻ കാരണം ഞാനൊരു ബോഡി മെഷർമെൻ്റ് ആയതുകൊണ്ട് മാത്രം എനിക്കത് കിട്ടിയത്. നോർമലി ഒരു അളവ് ചുരിദാറിന് നമുക്കൊരിക്കലും ഒരു ബ്രസ്റ്റിൻ്റെ അളവൊന്നും അളന്നെടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ബോഡി മെഷർമെൻറ്റിൽ മാത്രമേ നമ്മളതൊരു ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബ്രസ്റ്റിൻ്റെ അളവൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതൊക്കെ നമുക്ക് ഇത്തിരിയും കൂടെ ഒരു പെർഫെക്റ്റ് ലുക്ക് തരും. ഇനി എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് കൂടെ 9.5 ഇഞ്ചാണ്, അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഞാനത് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് മുകളിൽ എപ്പോഴും വരച്ചിടുക, അതിന്ന് താഴേക്ക് മാത്രം അളവെടുക്കുക. അപ്പോൾ നമുക്കത് തെറ്റുകൂടാണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേസ്റ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് എനിക്കിവിടെ ഒരു 9 ഇഞ്ചാണ്, അത് അടയാളപ്പെടുത്താം. എല്ലാത്തിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസാണ് ചേർക്കുന്നത്. ഇവിടെ ഒരു A-ലൈൻ ടോപ്പാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് താഴെ വരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ഞാനെപ്പോഴും കൈക്കുഴിയൊക്കെ വെട്ടാറ്. അപ്പോൾ ആം ഹോൾ കർവിൽ ഞാൻ 7.25 ഇഞ്ചിൻ്റെ പകുതി എടുത്ത് അവിടെ വരത്തക്ക രീതിയിൽ വെച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു 10 ഇഞ്ചാണ് എൻ്റെ ആം ഹോൾ വന്നിട്ടുള്ളത്, അത് ഞാൻ അടയാളപ്പെടുത്തി. ഇനിയൊരു 3/4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ച് വെട്ടിയെടുക്കാം. 3/4 ഇഞ്ച് പുറത്തേക്കാക്കി ഞാനത് നേരെ സ്ട്രെയിറ്റ് എൻ്റെ അവിടെ അടയാളപ്പെടുത്തി, സ്ട്രെയിറ്റ് നമ്മുടെ ഷോൾഡറിലേക്ക് അടയാളപ്പെടുത്തി ആം ഹോൾ കർവ് വെച്ച് നേരെ സെൻറ്ററിൽ നിന്നും മാർക്ക് ചെയ്തു. 7.25 സെൻറ്ററിൽ മാർക്ക് ചെയ്ത് അതിലും ആം ഹോൾ കർവ് കറക്റ്റാക്കി വെച്ച് സ്ട്രെയിറ്റ് വെച്ച് അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി ഈ 1/2 ഇഞ്ചിലേക്കാണ് നമ്മളെപ്പോഴും ഈ ഒരു അടയാളപ്പെടുത്തേണ്ടത്. കഴുത്ത് 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 3.5 ഇഞ്ചിൽ നമ്മൾ നെക്ക് വിടുത്ത് അടയാളപ്പെടുത്തുന്നത്. ഈ 3.5 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാറ്റി മാർക്ക് ചെയ്ത് മുകളിൽ നിന്നും ആ 1/2 ഇഞ്ചിലേക്കാണ് നമ്മൾ മാർക്കിങ് കൊടുക്കേണ്ടത്. അതൊരു ബക്കറ്റ് ടൈപ്പ് വരാനായിട്ടാണ്. അത് എൻ്റെ വീഡിയോയിൽ അത് പെട്ടില്ല ഞാൻ ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റും ബ്രസ്റ്റും വേസ്റ്റൊക്കെ കൂട്ടി യോജിപ്പിച്ച് സ്ട്രെയിറ്റ് താഴേക്കൊരു ലൈൻ കൊടുക്കാം. അതിനുശേഷം താഴെ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് 1 ഇഞ്ച് മേപ്പെട്ട് അടയാളപ്പെടുത്തി അതൊന്ന് കർവ് ചെയ്യുന്ന സ്കെയിൽ വെച്ചൊന്ന് കർവ് ചെയ്ത് എല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ ആം ഹോളിൻ്റെ ഫ്രണ്ടിലെ ആം ഹോള് നമുക്കൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. അതേപോലെ നെക്കും വെട്ടിക്കൊടുക്കാം. സ്ട്രെയിറ്റ് വെട്ടുക, അതിന് ശേഷം നമ്മൾ ചെരിച്ച് വെട്ടാം. ഒരു ബക്കറ്റ് ഷേപ്പിൽ എന്നാലേ കിട്ടുള്ളൂ. അതിനുശേഷം സ്ലീവ്സ് നമുക്ക് അടയാളപ്പെടുത്താം. സ്ലീവ് എനിക്ക് 10 ഇഞ്ചാണ് എൻ്റെ ആം ഹോൾ വരുന്നത്. ഞാൻ താഴേക്ക് ഒരു 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു ലൈൻ കർവ് ചെയ്ത് കൊടുത്ത് അടയാളപ്പെടുത്തി. താഴെ 6 ഇഞ്ചാണ് എൻ്റെ സ്ലീവിൻ്റെ വെടുത്ത് വരുന്നത്, അതും അടയാളപ്പെടുത്തി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു. നമ്മൾ കർവ് ചെയ്തൊന്ന് വെട്ടിക്കൊടുക്കാം. ഇട്ടുകൊടുക്കാം. അത് തുമ്പത്ത് നമുക്കത് അറിയാനായിട്ട് സെൻറ്ററാന്ന് പറയുന്നൊരു വെട്ട് കൊടുക്കാം. അതിനുശേഷം നിവർത്തിയിട്ട് ആ ഒരു ഉള്ളിലേക്കൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന പാർട്ടാണ്. അത് ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു നോച്ചസ് അടയാളപ്പെടുത്താം. ഇനി നമ്മൾ ഷോൾഡറാണ് യോജിപ്പിക്കുന്നത്. ഷോൾഡർ എപ്പോഴും യോജിപ്പിക്കുമ്പോൾ 2 ലൈൻ കൊടുക്കുക. 2 അടിപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഷോൾഡറും കൈയൊക്കെ യോജിപ്പിക്കുമ്പോൾ നമ്മൾ 2 അടിപ്പ് കൊടുക്കേണ്ടതാണ്. അത് കൃത്യമായി തന്നെ തയ്ച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ കയറി പിടിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക.
ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ കഴുത്തിൻ്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് അളന്നെടുക്കേണ്ടത്. കാരണം നമുക്കതൊരു കോളർ വെക്കണമെങ്കിൽ ആ കോളറിൻ്റെ ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി 2 ഇഞ്ച് താഴേക്ക് ഇറക്കിയതിന് ശേഷം നമ്മൾ കറക്റ്റ് അളന്നെടുക്കുക. തുമ്പ് വരെ അളന്നെടുക്കാം. 2 ഇഞ്ച് ഒരു സൈഡിലും 2 ഇഞ്ച് മറ്റേ സൈഡിലും നമ്മൾ സീമായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് വിട്ടതിന് ശേഷം ചുറ്റിന് അളന്നെടുത്താൽ എനിക്കിവിടെ 32 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാൻ ക്യാമറയിൽ പെട്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് എൻ്റെ പെട്ടില്ല. എനിക്കിവിടെ 32 ഇഞ്ചാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി 32 പ്ലസ് 1 ഇഞ്ചും കൂടെ ചേർത്ത് ഞാൻ 33 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് ലെങ്ത്ത് കൂടിയാലും പ്രശ്നമില്ല, അത് താഴേക്ക് നമുക്ക് അടിയിലേക്ക് അടിച്ചിടാം. ആവശ്യമില്ലാത്ത നമുക്ക് വെട്ടി കളയുകയും ചെയ്യാം. എനിക്കിവിടെ മാക്സിമം 3 ഇഞ്ചാണ് കിട്ടുന്നത്. തുണിയിൽ കുറച്ച് കുറവുള്ളതുകൊണ്ട് 3 ഇഞ്ചാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ നിവർത്തിയിട്ടിട്ടാണ് 3 ഇഞ്ച്. ഓക്കെ, 3 ഇഞ്ചിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോവും. ഓക്കെ, ബാക്കി 2 ഇഞ്ചിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇതിൽ ഒരു സൈഡ് 1/2 ഇഞ്ചും മറ്റേ സൈഡും നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ 1/2 ഇഞ്ചും മറ്റേ സൈഡിൽ 1/2 ഇഞ്ചും വെച്ചിട്ട് 1 ഇഞ്ച് നമുക്ക് സീമായിട്ട് തന്നെ പോവും. ഓക്കെ, ബാക്കി 2 ഇഞ്ചിലാണ് നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ 1.25 ഇഞ്ചിലോ 1.5 ഇഞ്ചിലോ ഒക്കെ എടുക്കാം. ഇനി ഇതേ ഇതിൽ തന്നെ ഞാൻ ക്യാൻവാസും വെച്ച് ഒട്ടിച്ച് അത് ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ക്യാൻവാസ് വെച്ചാൽ മതി. ഒരു സൈഡിലേക്ക്, ഞാനിവിടെ 2 സൈഡിലൊക്കെ ആയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി അതിൻ്റെ 2 ഇഞ്ച് ആണല്ലോ, നമ്മൾ 3 ഇഞ്ചാണല്ലോ മൊത്തം ഒരു സൈഡിലേക്ക് കൊടുത്തത്. അതായത് 2 ഇഞ്ച് ഒരു സൈഡും കൊടുത്തു, 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രയും കൊടുത്തു. അപ്പോൾ 2.5 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു സൈഡ് കയറിപ്പോയാലും കുറഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ബക്കറ്റിൻ്റെ ഭാഗത്ത് 2 സൈഡിലും ഓരോ വെട്ടിട്ട് കൊടുക്കണം. അത് നമുക്ക് അടിച്ച് തിരിക്കുമ്പോൾ ഒക്കെ തിരിക്കാനുള്ള എളുപ്പത്തിനാണ്. അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും ഓരോ വെട്ടിട്ട് കൊടുക്കാം. വെട്ടിട്ട് കൊടുത്ത് നമ്മൾ അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉള്ളിലേക്ക് തിരിച്ചിടുമ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് പൊന്തി നിൽക്കണ പോലെ നമുക്ക് തോന്നും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേന്ന് അടിയിലേക്കൊന്ന് ജസ്റ്റ് ക്രോസ് ആയ രീതിയിലൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് മുകളിലൊന്ന് ടൈറ്റായി കിട്ടും. അത് നിങ്ങളെ സ്വയമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, എനിക്കതൊരു അനുഭവം ഉണ്ടായി. ഞാനത് ചെയ്തപ്പോൾ എനിക്ക് മൊത്തം കോളറൊക്കെ ഒന്ന് പൊന്തി നിൽക്കണ പോലെ തോന്നി. അതിനുശേഷം ഞാൻ ഈ കോളറൊക്കെ ഒന്ന് താഴേക്ക് അടിയിൽക്കൂടെ താഴേക്ക് വലിച്ചിട്ട് ഒരു പിൻ കുത്തി കൊടുത്തതിന് ശേഷമാണ് ആ ഫ്രണ്ടിൽ അടിച്ചു കൊടുത്തത്. അപ്പോൾ അതിനുശേഷം അത് കറക്റ്റായിട്ട് നിന്ന പോലെ തോന്നി. ആ ഒരു നോച്ച് കൊടുത്ത അവിടെ വരെ അടിക്കാൻ പാടുള്ളൂ. അവിടെ വരെ അടിച്ച് നിർത്താം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ ഒരു സീം ഉള്ളിലേക്ക് ഇടാം. എന്നിട്ട് കോളർമ തട്ടാണ്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഇനിതാ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു സൈഡിൽ ചെറിയ വലിപ്പ വ്യത്യാസമൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇങ്ങനെ ഉള്ളിലേക്ക് ഇടുമ്പോൾ നമ്മൾ അടിയിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കണം. വലിച്ച് രണ്ടും കറക്റ്റ് ക്രോസ് ആവുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം ആ ബക്കറ്റിൻ്റെ ആ ഭാഗത്ത് നമ്മളൊന്ന് അടിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ ആ തുണിയൊക്കെ പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. അതൊന്ന് ഉള്ളിലേക്ക് ആക്കി മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അതൊന്ന് മടക്കി വെച്ച് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുക, കൈ വെച്ച് കൊടുക്കുക. അടിയിൽ ഞാനൊരു ചെറിയൊരു ക്രോസ് പീസുകളും എല്ലാ പീസുകളൊക്കെ ചേർത്തൊരു ചെറിയൊരു ഫ്രില്ല് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നീളനെ അടിച്ചു കൊടുത്ത് അതൊന്ന് വലിച്ച് ഫ്രില്ലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് തയ്ച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടമായിച്ചാൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി കുറച്ച് ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുറച്ച് ഷോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.